വാർത്തകൾ തുടരുന്നു. തമിഴക വെട്രിക്കഴകത്തിന് പിന്തുണ നൽകാനുള്ള കോൺഗ്രസിന്റെ നിർണായക പ്രതികരണവുമായി ഗവർണർ. സഖ്യമില്ലാതെ പുറത്തുനിന്ന് പിന്തുണയ്ക്കാം. വിജയുടെ കത്തിൽ തീരുമാനമെടുത്തിട്ടില്ല എന്നും എന്തു ചെയ്യണമെന്ന് താനാണ് തീരുമാനിക്കേണ്ടതെന്നും ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ദേശീയ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതേസമയം കോൺഗ്രസിന് പിന്നാലെ CPI-യോടും CPIM-നോടും വിജയ് പിന്തുണ തേടി. വിവരങ്ങളുമായി വിഷ്ണു വിനോദാണ് ചേരുന്നത്. വിഷ്ണു, ഇപ്പോൾ TVKയുടെ കാര്യത്തിൽ കോൺഗ്രസിന്റെ തീരുമാനത്തിലാണ് ഇപ്പോൾ നിർണായക പ്രതികരണം ഗവർണർ നടത്തിയിരിക്കുന്നത്. സഖ്യമില്ലാതെ പുറത്തുനിന്നും പിന്തുണയ്ക്കാമെന്നൊരു തീരുമാനമാണ് വന്നിരിക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ സൂചിപ്പിച്ചതുപോലെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അവിടെ നടക്കുന്ന സംഭവങ്ങൾ ഏറ്റവും ആശ്ചര്യത്തോടു കൂടിയാണ് അവിടുത്തെ ജനങ്ങൾ നോക്കിക്കാണുന്നത്. അവിടുത്തെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാണ് TVK എന്ന് പറയുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ സർക്കാർ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നീക്കങ്ങളും TVKയുടെ ഭാഗത്തു നിന്ന് അവർ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ ഗവർണർ രാജേന്ദ്ര ആർലേക്കറിന് ഇന്നലെ സർക്കാർ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് TVKയുടെ നേതൃത്വത്തിൽ ഗവർണറിന് കത്ത് നൽകിയിരുന്നു. ആ കത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഗവർണർ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ആ പ്രതികരണം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ പിന്തുണ, അതായത് സഖ്യം, അതായത് ഭരണത്തിന് വേണ്ട ഭൂരിപക്ഷത്തിന് വേണ്ടിയിട്ടുള്ള സഖ്യം രൂപീകരിക്കാതെ തന്നെ കോൺഗ്രസിന് പുറത്തുനിന്ന് പിന്തുണയ്ക്കാം എന്നുള്ള ഭരണഘടനാപരമായ ഒരു സാധ്യതയാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഈ ഒരു വിഷയത്തിനകത്ത് പ്രതികരണമായി നൽകിയിട്ടുള്ളത്. അതിനു പുറമെ തന്നെ കോൺഗ്രസ്, അതായത് കോൺഗ്രസിൻ്റെ തമിഴ്നാട് രാഷ്ട്രീയകാര്യ സമിതിയും ഒരു തീരുമാനം ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. TVKയെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു. അതായത് പുറമേ നിന്ന് പിന്തുണയ്ക്കാനായിട്ട് TVKനെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് തയ്യാറാണ് എന്നുള്ള തീരുമാനം കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി, തമിഴ്നാട്ടിലെ രാഷ്ട്രീയകാര്യ സമിതി അറിയിച്ചിട്ടുമുണ്ട്. പക്ഷേ ഉപാധികളോടുകൂടിയാണ് രാഷ്ട്രീയകാര്യ സമിതി അത്തരത്തിലുള്ള ഒരു തീരുമാനം TVKനെ അറിയിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ മാധ്യമങ്ങളോട് പങ്കുവച്ചിട്ടുള്ളത്. ആ ഉപാധി എന്തെന്ന് വെച്ചാൽ അതായത് BJP-യോ NDA പോലുള്ള കക്ഷികളുമായി സഖ്യം യാതൊരു കാരണവശാലും ചേരരുത് എന്നുള്ള ആ ഒരു പ്രധാന ഉപാധിയാണ് ഇവർ വെച്ചിട്ടുള്ളത്. ആ ഉപാധിക്കകത്ത് നിന്നാൽ മാത്രമേ കോൺഗ്രസിൻ്റെ പിന്തുണ നൽകുവാൻ സാധിക്കൂ എന്നുള്ളതാണ് ഇപ്പോൾ ആ ഒരു രാഷ്ട്രീയകാര്യ സമിതിയിൽ ഔദ്യോഗികമായി ആ ഒരു തീരുമാനമെടുത്തിട്ടുള്ളത്. ഈ ഒരു തീരുമാനത്തിൻ്റെ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് മുമ്പാകെ സമർപ്പിക്കും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് നിലവിൽ പുറത്തു വരുന്നത്. നിലവിൽ നമുക്ക് CPM-നാണെങ്കിൽ അവിടെ 2 സീറ്റും, CPI-ക്ക് 2 സീറ്റ്, VC-ക്ക് 8 സീറ്റ്, ലീഗിന് 1 സീറ്റ് എന്നിങ്ങനെ നിലയിലാണ് അവിടെ മറ്റ് ഘടകകക്ഷികളുടെ സീറ്റ് നില പോയിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് പൂർണ്ണമായ പിന്തുണ നൽകാമെന്നതിന് പറയുമ്പോൾ തന്നെ BJP-യുമായും മറ്റ് NDA കക്ഷികളുമായി സഖ്യം ചേരാതിരുന്നാൽ, TVK സഖ്യം ചേരാതിരുന്നാൽ ഇവരുമായി, അതായത് CPI-യുമായിട്ടുള്ള അല്ലെങ്കിൽ CPM-ഉമായിട്ടുള്ള പിന്തുണയും കൂടി വാങ്ങിത്തരാം, കോൺഗ്രസ് ഇടപെട്ട് അവരുടെയും കൂടി പിന്തുണ ഉറപ്പാക്കാം എന്നുള്ള ആ ഒരു മുൻകരുതലും അല്ലെങ്കിൽ ആ ഒരു വാഗ്ദാനവും കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ആ വിവരങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും ഇതിനെല്ലാം ശേഷം സർക്കാർ, അതായത് ഇതിനെല്ലാം ശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം വോട്ടെടുക്കുന്ന അല്ലെങ്കിൽ വിശ്വാസ വോട്ടെടുപ്പ് എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തും. ആ ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസിന് പൂർണ്ണമായും TVKനെ പിന്തുണയ്ക്കുന്ന ആ ഒരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ TVKക്ക് സുഖമായി അവിടെ ഒരു ഭരണ നേതൃത്വത്തിലേക്ക് മുന്നേറുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും ഭരണഘടനാപരമായിട്ടുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ TVK നൽകിയ ആ കത്തിൻ്റെ പുറത്തുള്ള അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ നൽകിയിരിക്കുന്നത്. ശരി, TVKക്ക് പിന്തുണ നൽകാനുള്ള കോൺഗ്രസിന്റെ തീരുമാനത്തിൽ ഇപ്പോൾ നിർണായക പ്രതികരണമാണ് ഗവർണർ നൽകിയിരിക്കുന്നത്. സഖ്യമില്ലാതെ തന്നെ പുറത്തുനിന്ന് പിന്തുണയ്ക്കാം എന്നാണ് ഗവർണർ പറയുന്നത്. വിജയുടെ കത്തിൽ തീരുമാനമൊന്നും ഇതുവരെയും എടുത്തിട്ടില്ല. എന്ത് ചെയ്യണമെന്ന് താനാണ് തീരുമാനിക്കുന്നതെന്നാണ് ഗവർണർ മാധ്യമങ്ങളോടൊക്കെ പ്രതികരിച്ചിട്ടുള്ളത്. എന്തായാലും കോൺഗ്രസിന്റെ പിന്നാലെ ഇപ്പോൾ CPIM-നോടും CPI-യോടും ഒക്കെ വിജയ് പിന്തുണ തേടിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് വിഷ്ണു വിനോദാണ്.